ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു നെത്തോലി വെച്ചൊരു കറി ഉണ്ടാക്കാം. നെത്തോലി പീര വെച്ചാലോ? കുറച്ച് നെത്തോലി ഇട്ടുകൊണ്ട് നമുക്ക് പീര വയ്ക്കാം. ഞാനിവിടെ കുറച്ച് സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ കുറച്ച് നെത്തോലി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് സവാള, കൊച്ചുള്ളിയാണ് നല്ലത്. എനിക്കിവിടെ സവാള മാത്രമേ ഉള്ളൂ, അപ്പോൾ അതുകൊണ്ട് സവാള, ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് കൊത്തി അരിഞ്ഞ് ചതച്ച് വെച്ചിട്ടുണ്ട്. ഒരു 3 പച്ചമുളക് കീറി വെച്ചിട്ടുണ്ട്. കുറച്ച് കരിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിന് വേണ്ടുന്ന അരപ്പ് ആദ്യം തയ്യാറാക്കാം. ആദ്യം അരപ്പാണ് തയ്യാറാക്കാനുള്ള. ചെറിയൊരു ജാർ എടുക്കുക. ഇത്രയാണോ ആവശ്യം അതിനനുസരിച്ചുള്ള തേങ്ങ ഇട്ട് കൊടുക്കണം. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി ഒരല്പം മതി, കുറച്ച് ജീരകം. ഇത് ഇത്രയും ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കണം. ഇനി ഇത് നമുക്ക് വേറൊരു പാത്രം വയ്ക്കുക. ഏത് പാത്രത്തിലാണോ നമ്മൾ വയ്ക്കുന്നത് ആ പാത്രം എടുക്കുക. അതിലേക്ക് നമ്മൾ എടുത്തിട്ടുള്ള നെത്തോലി ഇടണം. സവാള, പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്. അതിനുശേഷം നമ്മളിവിടെ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും കൂടി ഇതിലേക്ക് ചേർക്കണം. ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യണേ. മീനിലും സവാളയിൽ ഈ അരപ്പ് നന്നായിട്ട് ചേർത്ത് പിടിപ്പിക്കണം. ഇനി അടുപ്പ് കത്തിക്കാം. അടുപ്പ് കത്തിച്ച് അതിലേക്ക് ഇത് വയ്ക്കാം. ഞാനതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അതിലാവശ്യത്തിന് കുറച്ച് പുളിവെള്ളം ഉപ്പിട്ട് അടച്ചു വയ്ക്കാം. ഇതായിട്ടുണ്ടോ എന്ന് നോക്കാം. വെള്ളം വറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് കറിവേപ്പിലയും ഇട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് അടുപ്പിൽ നിന്ന് നമുക്ക് മാറ്റി വയ്ക്കാം.